മക്കളെ പോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി പെട്ടെന്ന് കിട്ടിയതാണ്. മക്കളെ, നിങ്ങൾക്ക് റിനൈസൻസ് നടന്നത് ഏതൊക്കെ ചോദിച്ചാൽ പ്രധാനമായിട്ട് ആണ്. എയും ഷോർട്ടാക്കി പഠിക്കണം. ഞാൻ ഇന്ന് ഏക്കാലം പഠിപ്പിച്ചു തരും. ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാ ചോദിച്ചാൽ മക്കളെ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന സാധനമാണ് ഒന്ന് പെയിന്റിങ്സ് പഠിച്ചു വെക്കണം, സയൻസ് പഠിച്ചു വെക്കണം, ലിറ്ററേച്ചർ. ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ഇന്നത്തെ എക്സാമിന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പെയിന്റിങ്സിൽ പ്രധാനമായിട്ടും ഈ ഒരു മാർക്ക് ചോദ്യം മനസ്സിലാക്കി വെക്കുക. ആദ്യമായിട്ട് നവോത്ഥാനത്തിലെ കലകളുടെ കേന്ദ്രം ഏത് ചോദിച്ചാൽ ഫ്ലോറൻസ് മനസ്സിലാക്കി വെക്കുക. മാത്രമല്ല ഈ പട്ടിക എന്റെ മക്കൾ പഠിച്ചു വെക്കണം. എന്തായാലും എക്സാം ചോദിക്കും. ആദ്യത്തെ ലിയോനാർഡോ ഡാ വിഞ്ചിയുടെ ആണ് ലാസ്റ്റ് സപ്പർ, മൊണാലിസ. അതിന് എന്റെ മക്കൾ എന്ത് ചെയ്യാറ് മക്കളെ? ട്രിപ്പിൾ എൽ എന്ന് ആലോചിക്കുക. ലിയോനാർഡോ ഡാ വിഞ്ചി, ലാസ്റ്റ് സപ്പർ, മൊണാലിസ, ട്രിപ്പിൾ എൽ എന്ന് ആലോചിച്ചാൽ എന്റെ മക്കൾ കിട്ടും. അതേപോലെ മൈക്കിളാണ് എന്ത് വിളിച്ചു പറയല്ലേ ജഡ്ജ്മെന്റ് നടത്താറുള്ളത് എന്ത് ആലോചിക്കുക. അതാണ് മൈക്കലാഞ്ചലോ വിധി. മൈക്കിളാണ് അവസാനത്തെ വിധി അറിയിക്കാൻ മനസ്സിലാക്കുക. ജി ആലോചിക്കുക. ജിയോവനി ബെല്ലിനി ജി പറഞ്ഞ ജിയോവനി, ജി പറഞ്ഞ ഗാർഡൻ എന്ന് മനസ്സിലാക്കുക. ജിയോവനി ബെല്ലിനി. അതേപോലെ തന്നെയാണ് ജി പറഞ്ഞ ഗാർഡൻ. എന്ത് ഗാർഡൻ ആണ്? അഗാണി ഇൻ ദ ഗാർഡൻ എന്ന് എന്ത് ചെയ്യുക എന്റെ മക്കൾ മനസ്സിലാക്കുക. അടുത്ത പേര് നമുക്ക് എക്സാം ചോദിക്കാൻ ചാൻസ് ഇല്ല. പൈറോഡല്ല ഫ്രാൻസിസ്ക. പെയിന്റിങ്സിന്റെ പേര് കിട്ടുകയും ഡിപ്റ്റിച്ച് ഓഫ് ഫെഡറിക്കോ ഡാ മോണ്ടൽഫെർട്ട് ബാറ്റിസ്റ്റ സ്ഫോർസ. ഒരു 3 മറക്കി അതുങ്ങൾ പഠിച്ചു വെക്കും. മസാച്ചിയോ എന്ന് ഞാൻ പറഞ്ഞും ദ റൗണ്ട് ഷേപ്പ്ഡ് വാൾ. അത് എന്റെ മക്കൾ മനസ്സിലാക്കും. മസാച്ചിയോ എന്ന് പറയുമ്പോൾ ഈ ചിത്രം മനസ്സിലാക്കുക. ദ റൗണ്ട് ഷേപ്പ്ഡ് വാൾ എന്നാലേക്കുക. ഈ രീതിയിൽ എന്റെ മക്കൾ പഠിച്ചു വെക്കുക. എക്സാം ചോദിക്കും. നന്നായിട്ട് എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക. ഇന്ന് ഏക്കാൽ ലൈവ് ഉണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റപ്പ് ആക്കണം. സോ എനിക്ക് ടൈമില്ല, ഞാൻ പോവാണ്. ബൈ.